ഇവിടെ ഒരു റിസോർട്ടിൽ നമ്മൾ വയനാടൊക്കെ പോയി താമസിക്കുന്നത് പോലെയാണ് ഇവിടെ ഒരു ഡോഗിന് വന്ന് താമസിക്കുമ്പോൾ ഉള്ള ഒരു ഫെസിലിറ്റി. എന്തൊക്കെ ഒരു പെറ്റിന്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അതിവിടെ നമ്മൾ കൊടുക്കും. ജർമ്മൻ ഷെപ്പേർഡ്സും ഹസ്കീസും ഇത് രണ്ടുമാണ് നമ്മുടെ കോൺസെൻട്രേഷൻ ആയിട്ടുള്ളത്. നമ്മുടെ കുട്ടികളെ ഗുഡ് ഷെപ്പേർഡ് ഊട്ടിയിൽ വിട്ട് പഠിപ്പിക്കുന്നു, ലാലേട്ടന്റെ ഒക്കെ കുട്ടികൾ പഠിക്കുന്നത് പോലെ അതേപോലെ ഒരു പ്രീമിയം ഫെസിലിറ്റിയിൽ ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് നമുക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡിൻ്റെയും അതുപോലെ തന്നെ ഇപ്പം ട്രെൻഡിങ്ങിലും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് വേണമെന്നൊക്കെ ആഗ്രഹമുള്ള മറ്റൊരു ഡോഗ് ബ്രീഡായ ഹസ്കിയുടെയും ഒരു പ്രീമിയം കെനലിലാണ്. കൂടാതെ ഒരു റിസോർട്ട് പോലെ തന്നെ തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഇവിടുത്തെ പ്രീമിയം പെറ്റ് ബോർഡിംഗ് ഫെസിലിറ്റി കേരളത്തിൽ തന്നെ ഇതുപോലെ വേറെ ഉണ്ടോയെന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നിപ്പോകും. എന്തായാലും ഇവിടുത്തെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. നമ്മുടെ ഈ ഒരു ഓംകാർ പെറ്റ് ലൈഫ് ഇത്രയും നല്ലൊരു കിടിലം സെറ്റപ്പ് അത് അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പല കെനലുകളിൽ പോയിട്ടുണ്ടെങ്കിലും ഇതേപോലെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇത്രയും ഫെസിലിറ്റീസ്, അതും ഇത്രയും ഒരു നല്ല ഫീലിംഗിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു റിസോർട്ട് പോലെയാണ് ഇത് ഫീൽ ചെയ്യുന്നത്. അത് പെറ്റ്സിന്റെ ആയപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷമുണ്ട്. അവർക്കും ഇതേപോലുള്ള നല്ല ഫെസിലിറ്റീസുകൾ അപ്പോൾ ഇവിടെ വരുന്ന ഡോഗ്സിനും ഇവിടുത്തെ ഷോ ചെയ്യുന്ന ഡോഗ്സിനും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഇതേപോലെ നമ്മുടെ കേരളത്തിൽ പലയിടത്ത് വന്നാലും അതൊരു നല്ല കാര്യം തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചോദിക്കണം, നമ്മുടെ ഈ ഒരു ഓംകാർ പെറ്റ് ലൈഫ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രീമിയം ഷോ ഡോഗ്സും ഒക്കെ ചെയ്യുന്ന ഈ ഒരു കെനലിൽ എന്തൊക്കെയാണ് ഇവിടുത്തെ സർവീസ്, എന്താണ് ഇത്, എപ്പോഴാണ് തുടങ്ങിയത്, എല്ലാം ഒന്ന് പറയാമോ? ഹരി, നമ്മൾ ഓംകാർ പെറ്റ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഒരു കെനൽ എന്നുള്ളതിനുപരി ഇതൊരു പെറ്റ് ലൈഫ് സ്റ്റൈൽ സെന്റർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അഡ്രസ് ചെയ്യാം ഈ സ്ഥാപനത്തിനെ. അപ്പോൾ ഒരു ഡോഗിന്റെ അല്ലെങ്കിൽ ഒരു അനിമലിന്റെ ഒരു പെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നാൽ അതിന് എന്തൊക്കെ ഫെസിലിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റുമോ ആ ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഇവിടെ ഒരു ഹോൾ പാക്കേജ് പോലെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഓംകാർ പെറ്റ് ലൈഫിന്റെ. ഇപ്പോൾ ഹരിക്ക് അറിയാമെന്ന് തോന്നുന്നു, ഞാനും എൻ്റെ ബ്രദേഴ്സ് ആയിട്ടുള്ള പ്രശാന്തും ശിവകുമാറും എല്ലാവരും കൂടെ ഇതൊരു നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ഒരു ടീം വർക്കാണ്. എപ്പോഴും ഒരു കെനൽ എന്ന് പറഞ്ഞ ഒരു ടീം വർക്കാണ്. നമ്മളിവിടെ ഷോ ട്രെയിനിങ് ആണെങ്കിലും ശരി, ഗ്രൂമിങ് ആണെങ്കിലും ബോർഡിംഗ് സെറ്റപ്പ് ആണെങ്കിലും, ബോർഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രീമിയം ഒരു ഡോഗിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഫെസിലിറ്റി നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. മാക്സിമം ഫെസിലിറ്റി വാട്ട് എവർ, അതായത് ഒരു AC കെനൽ ഫെസിലിറ്റി സഹിതം. ഈവൻ ഇപ്പോൾ ജർമ്മൻ ഷെപ്പേർഡ്സിലാണെങ്കിൽ ബാക്ക് ഹൈൻഡ് ലൂസ് ആയിട്ടുള്ള ഒരു ഡോഗിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്പേസ് ഏരിയാസ് സാൻഡിൽ ചെയ്തിട്ടുണ്ട്. കെനലിന്റെ നേരെ ബാക്ക് സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു റിവർ ഉണ്ട്, അവിടെ സ്വിമ്മിങ് ചെയ്യാൻ സ്ഥലം. അതെ, സ്വിമ്മിങ്ങിന് സ്പേസ് ഉണ്ട്. ഈ ഗ്രീൻ ഗ്രാസ് ഏരിയ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഷോ ട്രെയിനിങ്ങും ഷോ വർക്കൗട്ടും ചെയ്യിപ്പിക്കാനുള്ള നിങ്ങൾ ഇടയ്ക്ക് അങ്ങനത്തെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇനി ഭാവിയിലും അത് വരും, ഞാൻ ഹരി അറിയിക്കാതെ തീർച്ചയായിട്ടും അടുത്ത ഇന്ററാക്ഷൻസ് വരുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ എന്തൊക്കെ ഒരു പെറ്റിന്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ നമ്മൾ കൊടുക്കുന്നു. നമ്മൾ ഇവിടെ ഏതൊക്കെ ഡോഗ് ബ്രീഡിന്റെ ബ്രീഡിങ്ങും അല്ലെങ്കിൽ ഷോയായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഏതൊക്കെ ബ്രീഡിനെയാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്? നമ്മളിവിടെ സ്പെസിഫിക്കലി ഹരി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 2 ബ്രീഡ്സിലാണ്. ഹരി അത് മിക്കവാറും ഇവിടുത്തെ ആർട്ട് വർക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ട്. ജർമ്മൻ ഷെപ്പേർഡ്സും ഹസ്കീസും ഇത് രണ്ടുമാണ് നമ്മുടെ കോൺസെൻട്രേഷൻ ആയിട്ടുള്ളത്. അതും ഷോ സ്പെസിമെൻ ടോപ്പ് ബ്ലഡ് ലൈനിൽ നിന്നുള്ള പ്രീമിയം ഡോഗ്സിന്റെ പ്രീമിയം ലൈൻസിൽ നിന്നുള്ള അല്ലെങ്കിൽ VA ക്വാളിറ്റി ലൈൻസിൽ നിന്നുള്ള ജർമ്മൻ ഷെപ്പേർഡ്സിനെയും വളരെ പ്രീമിയം ആയിട്ടുള്ള അതേപോലെ ഒരു വിന്നിംഗ് ബ്ലഡ് ലൈനിൽ നിന്നുള്ള ഹസ്കീസിനെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ അവരുടെ ഷോയും ബ്രീഡിങ്ങും ഒക്കെ ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ 2 ബ്രീഡുകളുടെ ഇപ്പൊ ഇവിടെ ഒരു 2 ബ്രീഡുകളിലെ ഒരു ഡെവലപ്മെന്റ്, അതായത് ഫ്യൂച്ചർ നമുക്ക് നല്ല സ്പെസിമെൻ ഇമ്പോർട്ട് ചെയ്യാതെ തന്നെ നമുക്ക് നല്ലൊരു സ്പെസിമെനെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു ടീമിലുള്ള ഡോഗ്സിനെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യൂസ് ചെയ്ത് ബ്രീഡ് ചെയ്ത് അങ്ങനെയാണ് അതിന്റെ ഒരു അങ്ങനെ തന്നെയാണ്. ഒരിക്കലും ഒരു കെനലിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഒരു ബെഞ്ച് മാർക്കും ചെയ്യാൻ പറ്റില്ല ഹരി. അത് നമ്മുടെ ഒരു ഇത്രയും വർഷത്തെ ഇപ്പൊ ഞാൻ 24 years ആയിട്ട് ജർമ്മൻ ഷെപ്പേർഡ് ഗെയിമിലുണ്ട്, ഹരിക്ക് അറിയാമെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഇതിനകത്ത് ഒരിക്കലും നമ്മളൊരു സെൽഫ് ഈഗോ
അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ മാത്രം മതി എന്നുള്ളത് വെച്ച് ഒരു കെനലും എസ്റ്റാബ്ലിഷ് ചെയ്യില്ല. ഇറ്റ്സ് എ ടീം വർക്ക്. അവർക്കും ചിലപ്പോൾ നമ്മളെക്കാട്ടി നോളജ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻപുട്ട് ചെയ്യും. ഇറ്റ് വർക്ക്സ് ടുഗദർ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു ബ്രീഡിന് ഇമ്പ്രൂവ്മെന്റും പപ്പീസിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവുന്നത്. ഇപ്പോൾ ഒരു ഡോഗും 100% അല്ല, അതിന് എന്തെങ്കിലും ഒരു 5% ഫോൾട്ട് ഉണ്ട്. അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കറക്ഷൻസ് വേണം. അതിനാണ് ഇങ്ങനത്തെ ഗ്രൗണ്ട്, ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ ഇപ്പോ ഇത്രയും ഒരു പ്രീമിയം കെനലിന്റെയും ഒരു പ്രീമിയം ബോർഡിംഗ് ഫെസിലിറ്റിയുടെ ഒക്കെ ആവശ്യമുണ്ടോ? ഡോഗ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ നമുക്ക് സ്നേഹത്തിന് അൺകണ്ടീഷണൽ ലവ് തരുന്ന ഒരു അനിമലാണ് ഡോഗ് എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി. അപ്പൊ അവര് തിരിച്ച് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? അവർക്കൊരു സന്തോഷമുള്ള, ഹാപ്പിനെസ് ഉള്ള ഒരു എൻവയോൺമെന്റ്, നല്ല ഓടി കളിച്ച് നടക്കാനുള്ള സ്ഥലം, ഹൈജീനിക് ആയിട്ടുള്ള നല്ലൊരു ലൈഫ്. നല്ല ലൈഫിനകത്ത് ഒരുപാട് പാർട്ടും ഉണ്ടല്ലോ. ഹൈജീനിക് ആയിട്ടൊരു എൻവയോൺമെന്റ്, ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻ ഇല്ലാത്ത ഒരു കേജിങ് ഫെസിലിറ്റി, സ്മെല്ലില്ലാത്ത ഒരു സ്പേസിൽ കിടക്കുക, അതിൻ്റെ കൂട്ടത്തിലുള്ള കമ്പാനിയൻ പാക്ക് ഡോഗ്സുമായിട്ട് കളിക്കാനുള്ളൊരു സ്ഥലം, അങ്ങനെയുള്ളൊരു സൗകര്യം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രീമിയം കെനലിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. നമുക്കൊരു നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, നമുക്കൊരു നല്ലൊരു വീട് വേണം, അല്ലെങ്കിൽ നല്ലൊരു വീട്ടിൽ താമസിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുപോലെ തന്നെ തീർച്ചയായും നമ്മളൊരു നല്ല പപ്പിയെ നല്ലൊരു കെനലിൽ നിന്നും നല്ലൊരു ബ്രീഡറുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ഫെസിലിറ്റി നമ്മൾ കൊടുക്കണം. ഡെഫിനറ്റ്ലി. ഇപ്പൊ നമ്മുടെ കുട്ടികളെ ഗുഡ് ഷെപ്പേർഡ് ഊട്ടിയിൽ വിട്ട് പഠിപ്പിക്കുന്നു, ലാലേട്ടന്റെ ഒക്കെ കുട്ടികൾ പഠിക്കുന്നത് പോലെ അതേപോലെ ഒരു പ്രീമിയം ഫെസിലിറ്റിയിൽ ആ കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഡോഗ്സിന് അങ്ങനെയാണല്ലോ കാണേണ്ടത്. അതായത് നമുക്ക് തരുന്ന സ്നേഹത്തിന് നമുക്ക് ഇതുപോലൊക്കെയാണ് അവർക്ക് തിരിച്ച് നമുക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുന്നത്. ഇതേപോലുള്ള ഫെസിലിറ്റീസുകളും ഇതേപോലുള്ള സന്തോഷങ്ങളും ഒക്കെ അവർക്കും കൊടുക്കുക. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ കാണുന്ന ഒരു ഫെസിലിറ്റി മറ്റുള്ള പെറ്റ് പേരൻസിന് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത്? ഹരി, ഒരു പെറ്റ് പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരും ശരിക്കും ഒരു ന്യൂ ബോൺ ബേബിയെ പോലെയാണ് ഒരു പപ്പിയെ മേടിക്കുന്നത്. അവർക്ക് അതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ചിലപ്പോ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ബേസിക്കലി നമുക്ക് ഇവിടെ ഒരു പപ്പിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളൊരു പെറ്റ് കൺസൾട്ടന്റിനെ പോലെ ഓംകാർ പെറ്റ് ലൈഫ് എല്ലാ ഫെസിലിറ്റിയും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അവർക്കൊരു ഡോഗിനെ നിങ്ങൾക്കൊരു ഹോളിഡേ പോകുന്ന സമയത്ത് 3 ദിവസമോ 10 ദിവസമോ 30 ദിവസമോ ബോഡി ചെയ്യണം, അവരുടെ വീട്ടിൽ നിർത്തുന്നതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് നിർത്താൻ പറ്റുന്ന ഒരു സൗകര്യം ഫ്രം എക്സ്പെർട്ട് ഷുവർ ആണ്. അത് 100%. നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ വിഷനും CCTV മോണിറ്റേർഡ് ആണ്. നമ്മളെല്ലാവരും എല്ലാ ഡോഗ്സിനെയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, എല്ലാ അവറും. നമ്മുടെ സ്റ്റാഫും അത്ര എക്സ്പീരിയൻസ്ഡ് ആണ്. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് ഡെഫിനറ്റ്ലി ട്രിവാൻഡ്രത്തിന്റെ ഏത് നൂക്ക് ആൻഡ് കോർണറിൽ നിന്നും നമുക്ക് AC കാറിൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് അവൈലബിൾ ആണ് ഇവിടെ. ഗുഡ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ്സ് എല്ലാവരും അതാത് സ്കിൽഡ് ഏരിയാസിൽ എക്സ്പീരിയൻസ്ഡ് ആണ്. ഗ്രൂമിങ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇവിടെ ഒരു ഗ്രൂമിങ് സെഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്വിമ്മിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്വിമ്മിങ് കൊടുക്കാൻ നമുക്ക് ഫെസിലിറ്റി ഉണ്ട്. വി ടേക്ക് കെയർ ഓഫ് A to Z തിങ് ഓഫ് എ പെറ്റ്. ഇനി ഇൻ കമ്മിങ് ഫ്യൂച്ചർ എല്ലാ വീക്കെൻഡ്സിലും നമ്മളെല്ലാരെയും ഇവിടെ ഇൻവൈറ്റ് ചെയ്ത് ഓരോരോ ആക്ടിവിറ്റി സെഷൻ, അവർക്ക് ഇതൊരു ലൈഫ് സ്റ്റൈൽ ആയിട്ട് എങ്ങനെ കൊണ്ടുവരാം. പെറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം നമ്മുടെ ലൈഫിൽ, ഇപ്പൊ ഹരിക്ക് അറിയാൻ തോന്നുന്നു, ജർമ്മനിയിലൊക്കെ IGP ക്ലബ്സ് ഒക്കെ നടക്കുമ്പോൾ അവരെല്ലാ വീക്കെൻഡും ഒത്തുകൂടും. അവരവരുടെ ഡോഗ്സുമായിട്ട് വരും, നോളജ് ഷെയർ ചെയ്യും, ഇത് വർക്ക് ചെയ്യും, നോളജ് ഷെയർ ചെയ്യും. ദേ വിൽ ഹാവ് എ കോഫി ടുഗദർ ആൻഡ് ദേ വിൽ ഹാവ് എ 1 day സെഷൻ ടുഗദർ. അതും നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്യാൻ വേണ്ടി, ആ ഒരു ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇറ്റ് മേക്സ് എ ടുഗദർനെസ്. അതാണല്ലോ ആവശ്യം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പെറ്റ് പേരൻസിന്റെ ഇടയിൽ അങ്ങനെ ഒരു അവയർനെസ്സും ആ ഒരു ലൈഫ് സ്റ്റൈലും ഒക്കെ വരുമ്പോഴത്തേക്ക് ബെറ്റർ ആവാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പെറ്റിന്റെ ലൈഫ് തന്നെയാണ്. തീർച്ചയായും. ഹരി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ, ഇപ്പൊ കേരളത്തിൽ ഈ പെറ്റ് കൾച്ചർ കുറച്ച് താഴോട്ട് വരാനുള്ള റീസൺ, ബാംഗ്ലൂരോ അല്ലെങ്കിൽ നമ്മൾ പൂനെയിലോ ഒക്കെ പോയാൽ അവിടെ പാർക്കുണ്ട്. പാർക്കിൽ ഡോഗിനെ വാക്ക് ചെയ്യാൻ വരുന്നവര് പെറ്റ് ഫ്രണ്ട്ലി കഫേസ് ഉണ്ട്. അപ്പൊ അവർക്ക് അവിടെ ഒരു ടുഗദർനെസ് കിട്ടും. നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടോ ഡോഗിനെ എന്തോ ഒരു അധമജീവിയായിട്ട് കാണുന്ന ഒരു രീതി ഉള്ളത് കൊണ്ട് ഇവിടെ ആ കൾച്ചർ ഡെവലപ്പ് ആവുന്നില്ല. സോ വി ആസ് എ ടീം നമുക്കിത് ഒരുമിച്ച് എല്ലാവർക്കും ഒരു പെറ്റ് കൾച്ചറും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും ഈ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ആ സാധനം ഡോഗ് തരുന്നതിന് നമുക്ക് എത്രമാത്രം തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വെരി ഗുഡ്. നമ്മളൊരു പപ്പിയെ വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ചാമ്പ്യന്റെ കുട്ടിയാണ്, അല്ലെ ചാമ്പ്യൻ ലൈനേജുള്ള കുട്ടിയാണെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഓരോ പപ്പിയെയും വാങ്ങിക്കാറുള്ളത്. അങ്ങനെയാണ് ഓരോരുത്തരും പ്രസന്റ് ചെയ്യാറുള്ളത്. പക്ഷെ അങ്ങനെയുള്ള പപ്പിയെ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം പോലും ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഫിസിക്കലി ആണെങ്കിലും അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നൊക്കെ നമുക്ക് നല്ലൊരു പപ്പിയെ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു പപ്പിയെ നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും നല്ലൊരു ലൈനേജിൽ നിന്നും നല്ലൊരു പേരൻസിൽ നിന്നും വന്നൊരു പപ്പിയാണ് ഇത് എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാം?
ബേസിക്കലി അതിന് വേണ്ടിയിട്ടാണ് ഈ ഷോ എന്ന് പറഞ്ഞ സംവിധാനം തന്നെ വെച്ചിരിക്കുന്നത്. ബേസിക്കലി ഷോ ഇസ് എ മാർക്കറ്റിംഗ് സ്പേസ് ഫോർ എ ബ്രീഡർ ടു ഷോ കേസ് ഈ സ്പെസിമെൻ. അവൻ ബ്രീഡ് ചെയ്യുന്നതിനെ കൊണ്ടുവന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ അവൻ ഇമ്പോർട്ട് ചെയ്തതിനെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഷോ. അപ്പം എനിക്ക് പെറ്റ് പാരൻസിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ ഷോസ് റെഗുലർലി അറ്റൻഡ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇവിടെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കോവിഡ് നമ്മൾ കാണുന്ന ഒരു പ്രവണത, അൺഫോർച്ചുനേറ്റ്ലി ഹരിയുടെ കേസിലല്ല ഞാൻ പറയുന്നത്, പല യൂട്യൂബ് ബ്ലോഗേഴ്സ് ആണെങ്കിലും ചില ഇൻസ്റ്റാഗ്രാം ആൾക്കാരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പപ്പീസിനെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒരു കറക്കും ഒരു പുഷ് ചെയ്ത് റിങ്കിൾ ഇങ്ങനെ പ്രൊജക്ട്. അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഒരു ഗുണ്ട് പപ്പി, എല്ലാ പപ്പിയും ഗുണ്ടാക്കാൻ നന്നായിട്ട് ഫീഡ് ചെയ്താൽ ഗുണ്ടാവും. അതല്ല അതിന്റെ ക്രൈറ്റീരിയ. അതിന്റെ സ്റ്റാൻഡേർഡ്സ് മനസ്സിലാക്കി അതിനെ ഒരു നല്ല കെനലിൽ എപ്പോഴും ഒരു ഡോഗിനെ പ്രസന്റ് ചെയ്യുന്നത് അതിന്റെ ബ്രീഡ് സ്റ്റാൻഡേർഡിന്റെ പൊസിഷനിൽ സ്റ്റാക്ക് ചെയ്ത് അതിന്റെ പാരന്റ്സിനെ കണ്ട് ആ ഫാദറിന്റെയും മദറിന്റെയും ഡോമിനന്റ് ട്രേറ്റ്സ് ഈ കുട്ടികൾക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഒരു പപ്പി എടുക്കേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്. അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് പാർട്ടാണ് നമ്മളൊരു സെലക്ട് ചെയ്യുന്നത്. നെർവസ് ആണോ? ഇപ്പൊ ഒരു പണ്ടൊക്കെ നമ്മൾ നല്ല ബ്രീഡേഴ്സ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കൊടയില്ലേ, കൊട നമ്മൾ ഇങ്ങനെ ഫ്ലിക്ക് ചെയ്യും പപ്പിയുടെ ഫ്രണ്ടിൽ. അപ്പൊ ഞെട്ടിയിട്ട് പേടിച്ചു പോയാൽ അത് നെർവസ് ആണ്. നമ്മൾ ജർമ്മൻ ഷെപ്പേർഡിൽ ഗൺ ഷോട്ട് ട്രയൽ ചെയ്യുന്നത്. അപ്പൊ നെർവസ് അല്ലാത്ത ഡോഗ് ആണെങ്കിൽ അത് ഒന്ന് ഞെട്ടിയിട്ട് തിരിച്ച് ഫ്രണ്ടിലോട്ട് ആ പപ്പി വരും. ദാറ്റ് മീൻസ് ഹി ഈസ് മെന്റലി പെർഫെക്റ്റ്. സൗണ്ട് ആണ് മെന്റലി. പേടിച്ച് ഭയന്ന് പോകുന്നത് നെർവസ് ആയിരിക്കും. ഈ നെർവസ്നെസ് കൂടുന്നതും ഭാവിയിൽ കടിക്കാനും സാധ്യതയുണ്ട്, പേടിച്ച് കടിക്കും. അപ്പം കോൺഫിഡൻസ് ഉള്ളതിന് മാത്രമേ പ്രൊട്ടക്ഷൻ നേച്ചർ ആണെങ്കിലും അതിന് ആൾക്കാര് ഒരു കമ്പാനിയനായിട്ട് മെന്റലി ഹെൽത്ത് ഉള്ള സ്പെസിമെൻസിന് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആക്ച്വലി അപ്പോൾ ഒരു പപ്പി സെലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഗുണ്ടായിട്ടിരിക്കുന്ന റിങ്കിൾസ് ഉള്ള ഒരു പപ്പിയെ നോക്കി എടുക്കുക എന്നുള്ളതല്ല, ഒരിക്കലും അല്ല. ഹരി, എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ള ഏതാണ്ട് ഇഫ് യു ആസ്ക് മീ മോർ ദാൻ 200 ലിറ്റേഴ്സ് നമ്മൾ പല കെനലിലായിട്ടോ അല്ലെങ്കിൽ നമ്മളായിട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്. ലിറ്ററിൽ ഏറ്റവും ചെറിയ പപ്പി പ്രോമിസിംഗ് ആയിട്ട് വന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഷോസിൽ. ഏറ്റവും നല്ല വിന്നേഴ്സ് ആയിട്ട് ആ ലിറ്ററിൽ ഏറ്റവും ചെറിയ പപ്പി ആയിരിക്കും. പക്ഷെ ആ ചെറിയ പപ്പി എന്നുള്ളതല്ല അതിന്റെ ക്രൈറ്റീരിയ. അതിന്റെ ടെമ്പർമെന്റ്, അതിന്റെ ആറ്റിറ്റ്യൂഡ്, അതിന്റെ സ്റ്റേച്ചർ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ്. അല്ലാതെ നമ്മൾ ഒരുപാട് ഹെയർ ഉണ്ട്, ഒരുപാട് റിങ്കിൾ ഉണ്ട്, ഒരുപാട് ബോൺ ഉണ്ട്, ഇതല്ല ക്രൈറ്റീരിയ. നന്നായിട്ട് ഫീഡ് ചെയ്താൽ എല്ലാം ഗുണ്ടാവും. കറക്റ്റ്. നമുക്കിപ്പോൾ ഇവിടെ ഉള്ള ഹസ്കി ആണെങ്കിലും ജർമ്മൻ ഷെപ്പേർഡ്സ് ആണെങ്കിലും എല്ലാം ഷോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ലൈനേജിലുള്ള ചാമ്പ്യനായിട്ടുള്ള ഡോഗ്സുകളാണ്. അപ്പോൾ നമുക്കൊരു പപ്പിയെ വാങ്ങിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ബ്ലഡ് ലൈനിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഷോ ചെയ്യുന്ന ലൈനിൽ നിന്ന് നോക്കിയിട്ട് നല്ല പ്രീമിയം അല്ലെങ്കിൽ നല്ല കൂടിയ വില കൊടുത്ത് അങ്ങനെ ഒരു പപ്പിയെ എടുക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും? നല്ല ക്വസ്റ്റ്യൻ ഹരി. അതായത് ഹരി, ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ 10 പാസ്സായി, +2 പാസ്സായി, ഗ്രാജുവേഷൻ കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, IIT പാസ്സായി, IIM പാസ്സായി എന്നൊരു സാധനം ഉണ്ടല്ലോ. കറക്റ്റ്. അതുപോലെ തന്നെയാണ് ഇത്. ഒരു ഡോഗ് നല്ല ലൈൻസിൽ നിന്ന് വരുമ്പോൾ അതിനെ നന്നായിട്ട് നമ്മൾ ഷോ ചെയ്യുമ്പോൾ നല്ല ജഡ്ജസിന്റെ അണ്ടറിൽ ഷോ ചെയ്ത് വിൻ ചെയ്യുന്നതാണല്ലോ ഈ വിന്നേഴ്സ് ആവുന്നത്. കറക്റ്റ്. അതെ. അപ്പോ ചാമ്പ്യൻ ആവുക എന്ന് പറയുന്നത് അത് മനുഷ്യൻ അവന്റെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കംപ്ലീറ്റ് ചെയ്യുന്ന അതേ തോതിൽ ഒരു അളവുകോലാണ്. ആ അളവുകോലിനനുസരിച്ചാണ് നമ്മൾ പപ്പീസിനെ സെലക്ട് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ പക്ഷം. ബ്രീഡ് സ്റ്റാൻഡേർഡിന് വളരെ താഴെ നിൽക്കുന്ന, ബ്രെയിനിന് ഹെൽത്ത് ഇല്ലാത്ത, അല്ലെങ്കിൽ ഫിസിക്കലി ഹെൽത്ത് ഇല്ലാത്ത, ഹെയറിൽ ഹെൽത്ത് ഇല്ലാത്ത, അല്ലെങ്കിൽ ആംഗുലേഷൻസിൽ ഹെൽത്ത് ഇല്ലാത്ത ഒരു പപ്പിയെ നമ്മൾ എടുത്തിട്ട് എന്താണ് അതുകൊണ്ടുള്ള ഒരു ഇമ്പോർട്ടൻസ്? അതിന്റെ ഒരു ലൈഫ് മിസറബിൾ ആവുന്ന നമ്മൾ തന്നെ വീട്ടിൽ കാണേണ്ടി വരും. മാത്രമല്ല ഫ്യൂച്ചറും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ്. ഇറ്റ് ഇസ് ബേസിക്കലി, അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല, എനിക്കൊരു അൺകണ്ടീഷണൽ ലവ് മാത്രം മതിയെങ്കിൽ ബൈ ചെയ്യണ്ട, അഡോപ്റ്റ്. കറക്റ്റ്. ഹസ്കിയും ജർമ്മൻ ഷെപ്പേർഡും ഒക്കെ കൂടാതെ മറ്റൊരു ബ്രീഡും കൂടെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട നമ്മുടെ ലാബ്രഡോർ റിട്രീവർ. ഏകദേശം ഒരു 3.5 വയസ്സ് പ്രായമുള്ള ഒരു മെയിൽ ഡോഗാണ് അവൻ. വളരെ കുറഞ്ഞ ഷോസിൽ മാത്രം കാണിച്ച് ഇന്ത്യൻ ചാമ്പ്യൻ ആയിട്ടുള്ള ഒരു ഡോഗ് കൂടിയാണിത്. അതായത് അത്രയും ക്വാളിറ്റി ഉള്ള നല്ല കിടിലോ ഒരു മെയിലാണ് ഈ ഒരു ലാബ്രഡോർ റിട്രീവർ. ഇവൻ്റെ സ്റ്റഡ് സർവീസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ലാബിൻ്റെ പപ്പിയെയും ലാബ്രഡോർ റിട്രീവറിൻ്റെ സ്റ്റഡ് സർവീസും ഒക്കെ നോക്കുന്നവർക്ക് ഈ ഒരു ഇന്ത്യൻ ചാമ്പ്യൻ ആയിട്ടുള്ള ഡോഗും നമ്മുടെ ഓംകാർ പെറ്റ് ലൈഫ് അവൈലബിൾ ആണ്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഈ 3 ഡോഗ് ബ്രീഡുകളും അതുപോലെ തന്നെ ഈ പ്രീമിയം ഫെസിലിറ്റി ഒക്കെയാണ് ഓംകാർ പെറ്റ് ലൈഫിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകതകൾ. നമ്മളോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ പെറ്റ്സിന്റെ ഒക്കെ ലൈഫ് വളരെയധികം ഹാപ്പി ആക്കാനും അവർക്ക് ക്വാളിറ്റി ഉള്ള ഒരു ലൈഫ് കിട്ടാനും ഒക്കെ
ഒരുപാട് സൗകര്യങ്ങളാണ് നമ്മുടെ ഈ ഓംകാർ പെറ്റ് ലൈഫിൽ ഇവരിവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പെറ്റ്സിനെയൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സൗകര്യങ്ങളൊക്കെ പോയൊന്ന് കാണുക. നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സിനും ഇതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണമെന്ന് ഇവിടുത്തെ ഒരു വിസിറ്റിന് ശേഷം നിങ്ങൾക്കും ശരിക്കും തോന്നിപ്പോകും. അതുപോലെയാണ് ഓരോ സൗകര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു പെറ്റിനെ അല്ലെങ്കിൽ ഒരു പപ്പിയെ വേണമെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി പേരൻസിൽ നിന്നുണ്ടായ നല്ല ബ്രീഡറുടെ കയ്യിൽ നിന്ന് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആ പപ്പിക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാവും. നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ ഫാമിലിയിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും ഒക്കെ ഉള്ള പെറ്റ്സിന് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അതൊക്കെ ഒരു ബ്രീഡിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ഒരുപാട് കാരണങ്ങളുണ്ടാവും അതിൽ. അതുകൊണ്ട് നല്ലൊരു പപ്പിയെ വാങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അൺകണ്ടീഷണൽ ലവ് ആണ്, നിങ്ങൾക്കൊരു കൂട്ടിനാണ്, നിങ്ങൾക്കൊരു ഡോഗിനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു അഡോപ്ഷൻ തന്നെയായിരിക്കും. നമുക്കെന്തായാലും ഇതേപോലൊരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.